ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ ഒരു തിരുവചനത്തിലൂടെ കടന്നുപോയപ്പോൾ എന്നെ ഒത്തിരിയേറെ സ്പർശിച്ച ഒരു ചിന്തയുണ്ട്. അതായത് മനുഷ്യരായ നമുക്കൊക്കെ നമ്മൾ ആഗ്രഹിക്കുക ഒരു ഉയർന്ന സ്ഥാനമൊക്കെയാണ്. എല്ലായിടത്തും എനിക്കൊരു സ്ഥാനം കിട്ടണമെന്നും ഞാൻ ഇച്ചിരി വലിയവനായിട്ടൊക്കെ മറ്റുള്ളവർക്കൊന്ന് തോന്നണമെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ. നമ്മളൊക്കെ മനുഷ്യരായ നമ്മൾക്കൊക്കെ പലപ്പോഴും തോന്നുന്ന ഒരു ചിന്തയാണ്, ഞാൻ ഇച്ചിരി സമൂഹത്തിൽ വലിയവനൊക്കെ ആയിട്ട് എനിക്ക് മറ്റുള്ളവരൊക്കെ ഇച്ചിരി ബഹുമാനിക്കുന്ന ഒരു സ്ഥാനമൊക്കെ എനിക്ക് വേണമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അതാണ് നമ്മുടെ ഒരു സംസ്കാരം, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു ചിന്തയാണ് നമ്മൾക്ക് പലപ്പോഴും ഉള്ളത്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ ഒരു മാനുഷിക ചിന്തയെ മൊത്തം മാറ്റി എഴുതിക്കൊണ്ട് ക്രിസ്തു മനുഷ്യർക്കെല്ലാം മറ്റൊരു ചിന്ത പകർന്നു കൊടുക്കുകയാണ്. മറ്റൊരു സംസ്കാരത്തിൻ്റെ ഒരു ശുശ്രൂഷയായിട്ടാണ് ക്രിസ്തു ഇന്നത്തെ സുവിശേഷം പറഞ്ഞു തരിക. ഒരു വിപ്ലവകരമായ ഒരു മാറ്റം. അതായത് നിങ്ങളൊരു വിരുന്നിന് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മുൻപന്തിയിലൊന്നും പോയി ഇരിക്കരുത്. കാരണം നിങ്ങളെക്കാളും ബലപ്പെട്ടവർ ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പിന്നിൽ പോയിരിക്കുക. അപ്പോൾ അവിടുത്തെ ആൾ വന്ന് നിങ്ങളെ വിളിച്ച് മുൻപിലേക്ക് ഇരുത്തും. എത്ര വിശാലമായിട്ടാണ് ക്രിസ്തു പറഞ്ഞു തരിക. അതായത് മനുഷ്യൻ്റെ ചിന്തകളെ മുഴുവൻ, മനുഷ്യൻ്റെ സ്വാർത്ഥതകളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ക്രിസ്തു തൻ്റെ ആധ്യാത്മികത നമുക്ക് പറഞ്ഞു തരികയാണ്. സ്നേഹത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ. അതായത് പ്രിയപ്പെട്ടവരെ, വലിയ സ്ഥാനമാനങ്ങളും വലിയ ഉയർന്ന കാര്യങ്ങളും വേണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഏറ്റവും ചെറിയവനായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ വലിയ സ്ഥാനമുണ്ടായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാനും ഇതുപോലെ വലിയ സ്ഥാനമാനങ്ങളുമൊക്കെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവനാണോ, അതോ ക്രിസ്തുവിനെ പോലെ എളിമപ്പെട്ട് ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എളിയവനായിട്ട് ജീവിക്കുന്നവനാണോ? പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമായിരിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയുള്ള കാലഘട്ടം. ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടം. ഇന്നലകളെ മൊത്തം നമുക്ക് തച്ചുടച്ചുകൊണ്ട് ഒരു പുതിയ മനുഷ്യനെ വാർത്തെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഇന്നലകളെ എല്ലാം മാറ്റി എഴുതിക്കൊണ്ട് ഒരു പുതിയ മനുഷ്യനാവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറഞ്ഞു തരുന്നതും അതാണ്. വലിയ വലിയ കാര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ ചെറിയ കാര്യങ്ങൾക്ക് പോവുക, ക്രിസ്തു സ്നേഹത്തിലേക്ക് വളരുക, ക്രിസ്തു എളിമപ്പെട്ട് ജീവിച്ചതുപോലെ നമ്മളും എളിമപ്പെട്ട് ജീവിക്കുക. അതിനായുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ സ്ഥാനമാനങ്ങൾക്കും വലിയ വലിയ കാര്യങ്ങൾക്കും പിന്നാലെ പോകാതെ നമ്മുടെയൊക്കെ ക്രിസ്തു പഠിപ്പിച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ എളിമപ്പെടലിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായുള്ള കൃപ നൽകി തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു എളിമയുടെ പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുവാൻ നമുക്ക് ഇനി പരിശ്രമിക്കാം. അതിനായുള്ള കൃപ തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.